ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി മുതൽ നീന്താണ്ട് വീട്ടിലുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല രാവിലെ ഒന്നല്ല കേട്ടോ. അപ്പോൾ റിക്കോർഡിന് ഇതാ നല്ല ഉറക്കാന്ന്, ആൾ മൂത്രം ഒഴിച്ചിട്ട് കിടക്കുവാന്ന് കേട്ടോ. അപ്പോൾ നീന്താണ്ട് ഇതാ രാവിലെ നോക്കിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ റിക്കോ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെയെല്ലാം പാക്കാക്കി വെക്കുവാന്ന് കേട്ടോ. പിന്നെന്താ, താഴേക്ക് ഇറങ്ങിയില്ല ഞാൻ. റിക്കു എണീച്ചിട്ടാണ് എപ്പം താഴേക്ക് പോകല കേട്ടോ. അപ്പം ഓൻ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. അങ്ങനെ എണീച്ച ഉടനെ ഫോണെല്ലാം നോക്കുമ്പോൾ അന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനെ പാക്കിങ് കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ചെയ്യുവാന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നൊരു ബിസി ദിവസമാണ്. വീട്ടിൽ നിൽക്കാൻ സമയമില്ലാത്ത ദിവസം എന്ന് പറയാം. അങ്ങനെയാണ്, എന്താ പ്രത്യേകിച്ചൊന്നുമല്ല, 2 കല്യാണം ഉണ്ട് അതന്നെ. അപ്പം വീട്ടിൽ നിന്ന് എന്താ പറയുക, ഞാൻ ഇങ്ങോട്ടേക്ക് എൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചുഴലിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ ആ സമയത്താണ്, അതിൻ്റെ തലേന്നാണ് ഞാൻ അറിയുന്നത് പിന്നെ കല്യാണമെല്ലാം ഉണ്ടെന്ന്. അങ്ങനെ കല്യാണത്തിന് വരുമ്പം ഇടേണ്ട ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പം കൊറിയറിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വേണം, അത് തപ്പുവാന്ന് ഞാൻ. പിള്ളേരാണെങ്കിൽ ഇതിൽ തെച്ചും വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 4 പേജ് കിട്ടിയപ്പോൾ അത് സെലക്ട് ചെയ്ത് വെക്കുവാന്ന് കേട്ടോ. അങ്ങനെ റിക്കൂട്ടിനും ഞാനിതാ താഴെ വന്നിട്ടുണ്ട്. റിക്കൂട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് ചൂടാക്കുവാന്ന്. ഇവിടെ ഇപ്പം നല്ല കട്ടിപ്പാൽ, പശുവും പാൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യെല്ലാം ഉള്ളതാണ്. അപ്പം അങ്ങനെ റിക്കൂട്ടിന് പാല് ചൂടാക്കുവാന്ന്. പാലെല്ലാം തേച്ച് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, അപ്പം കല്യാണത്തിന് പോകാനുണ്ട്. അച്ഛനും അമ്മയൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ഇതാണ് ഇവിടെ ഉള്ളവർ. അപ്പം പിന്നെ ആരെങ്കിലും ഒരാൾ പോണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാൽ പിന്നെ ഞാൻ പോകാമെന്ന് പറഞ്ഞ്. ഞാൻ പോകാമെന്ന് പറഞ്ഞതല്ല, എന്നെ അമ്മ ഇങ്ങോട്ടേക്ക് ഏൽപ്പിച്ചതാണ്. നീ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട്, ഇവിടുത്തെ ആൾ തന്നെയല്ലേ നീ, അങ്ങനെ അങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ഉന്തി പറഞ്ഞേക്കുവാന്ന് കേട്ടോ. പിന്നെ ഇപ്പം എനിക്കൊന്ന് എൻ്റെ നാട്ടിലെ കല്യാണത്തിനൊന്നും പോകാൻ എനിക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ പിന്നെ എനിക്ക് എല്ലാവരും അങ്ങനെ ഭയങ്കരമായിട്ട് അറിയുന്നതൊന്നുമല്ല. അപ്പം പിന്നെ റിക്കൂട്ടിനെയും കൂട്ടിയിട്ട് വെറുതെ പോകാമെന്ന് വിചാരിച്ചു. ഓനൊരു രസമല്ലേ, പിന്നെ സദ്യയും ബിരിയാണിയെല്ലാം നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി അതിനെല്ലാം പോകണം. അപ്പം രാവിലെ അമ്മ നല്ല കടലക്കറി അതുപോലെ നൂൽപുട്ടും ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതന്നെ ഞാൻ കഴിക്കുവാന്ന്. അപ്പോഴേക്ക് റിക്കു അമ്മമ്മേൻ്റെ ചുമലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചതിന് ശേഷമാണ് റിക്കുവിന് കൊടുത്തത്. ഓൻ പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ എന്നിട്ട് അച്ഛൻ റിക്കോർഡിനെ കളിപ്പിക്കുവാന്ന് കേട്ടോ. അയ്യോ. പിന്നെ എന്താ, ഞാനിങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തെല്ലോ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ റിക്കോർഡിന് ചായയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് റിക്കോർഡിന് വെള്ളം കൊടുത്തതാണ് ഞാൻ. ഓനാ കുപ്പിയും കൊണ്ട് അച്ഛൻ പുറത്തുപോയി വന്നതായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ ചങ്ങായി. പിന്നെ കണ്ട, അച്ഛൻ വണ്ടി ഓടിക്കുന്നെല്ലാം കണ്ട് വെച്ചിട്ട് അതുപോലെ ചെയ്യുവാന്ന് കേട്ടോ. പിന്നെ അവിടെ വീട്ടിൽ നിന്ന് അമ്മേനെല്ലാം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ സാനേൻ്റെ പണക്കെല്ലാം മാറി കേട്ടോ. സാനബിക്കുട്ടി നല്ല ഉറക്കാന്ന് പറഞ്ഞ് 10 മണി എങ്ങാനായി സമയം. പിന്നെ എണീപ്പിക്കാൻ റിക്കോർഡിനില്ലാത്തതുകൊണ്ട് ഓൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പം വീട്ടിൽ നോക്കിയാട്ടെ നല്ല ഡ്രാഗൺ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പൂവാണ്, നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ അതിൻ്റെ പൂവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നതിലിടക്ക് പഴമാകുമോ എന്നുള്ളത് അറിയില്ല. ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് അത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ഒരു ദിവസം എടുക്കാം കേട്ടോ. അപ്പം നമ്മളെ മീൻകുട്ടന്മാർ ഇവിടെ ഇങ്ങനെ ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഒരു മീനിൻ്റെ പിന്നാലെ മറ്റേ മീനും പോകുന്നുണ്ടാവും. അങ്ങനെ അതെല്ലാം നോക്കി കുറച്ച് സമയം നിന്നു. പിന്നെ മുറ്റത്ത് നേരത്തെ കണ്ട ആ പൂവില്ലേ, ഇത് വേറെ ചെടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ പൂവ് പിന്നെ ഇങ്ങനെ വാടിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിന്നിട്ടുണ്ട് ഞാൻ. ഫോൺ നിലത്ത് വെച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. അതാ ഇങ്ങനെ കണ്ടത് കേട്ടോ. കണ്ടില്ല, ഒന്ന് മാറ്റുമ്പോഴൊക്കെ വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റിക്കൂട്ടിൻ്റെ ഡ്രസ്സും അയൺ ചെയ്തിട്ട് ഞാൻ താഴേക്ക് പോവാന്ന്. അപ്പം കണ്ണിന് ഇപ്പം കുഴപ്പമൊന്നുമില്ല. രാവിലെ ഒരു ഇറക്കമുണ്ടാകും, പിന്നെ ശരിയാവും അങ്ങനെ. അപ്പോൾ അച്ഛൻ നമ്മളെ കൊണ്ടാക്കാൻ പോവാന്നേ. റിക്കൂട്ടൻ എല്ലാവർക്കും ടാറ്റെല്ലാം പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടോ, നേരത്തെ ഗുഡ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ച് നിൽക്കുവാന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം നേരെ പോകുന്നത് നിമിഷേച്ചീൻ്റെ വീട്ടിലേക്കാണ്, ശരത്തേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ റിക്കുവിന് അവിടെ ഭയങ്കര ഇഷ്ടം. അവിടെ നമ്മളെ ഇഷുവിൻ്റെ അമ്മമ്മേൻ്റെ പേര് ശോഭയാണ്. അപ്പോൾ റിക്കു ഇങ്ങനെ ശോഭമ്മേൻ്റെ വീട്ടിൽ പോവാൻ എന്തിനാണ്, അവിടെ കുറേ വണ്ടികളുണ്ട്, അതിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ അപ്പുറത്തെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ റിക്കു അവിടെ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. അപ്പം ഈ ശോഭേച്ചിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ കല്യാണ വീട്. അങ്ങനെ കല്യാണത്തിനെല്ലാം പോയി. കല്യാണത്തിന് പോയിട്ടില്ല, ഇവിടുന്ന് നേരെ ഇതാ വണ്ടി ഓടിച്ച് കളിക്കുവാന്ന് കേട്ടോ.
മൂന്നാളും ഇതാ അത് ശരത്തേട്ടൻ്റെ ഏട്ടനുണ്ട് മനേശേട്ടൻ ഓറ മോളാണേ നില ബേബി. അങ്ങനെ മൂന്നാളും വണ്ടിയെല്ലാം ഓടിച്ച് ഇങ്ങനെ കളിക്കുകയെന്ന്. കറണ്ട് ഉണ്ടായിട്ടില്ല, നല്ല മഴയും പെയ്യുന്നുണ്ടായിന് കേട്ടോ. മഴയത്ത് കല്യാണത്തിന് പോക്കെല്ലാം ഒരു ചടങ്ങാണെന്നല്ലേ, അതാ തൊട്ട് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, അവിടെയാണ് കല്യാണം കേട്ടോ. അങ്ങനെ ഇതാ നിമിഷേച്ചി എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകാൻ നോക്കുകയെന്ന്. ഒരിക്കൽ പോയി എന്നിട്ട് പിന്നെ തിരിച്ച് വന്ന് നല്ല തിരക്കായിരുന്നു. എന്നിട്ട് പിന്നെയും പോയി, എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. കഴിക്കുന്ന ആളെല്ലാം തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം അവരെ റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഡാൻസ് എല്ലാം കളിക്കുമെന്ന്. അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ പറയാമെന്ന്. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. കണ്ടില്ല, ഇതുപോലെ ഒരുപാട് റയോണാന്ന് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലത്തെ നല്ല നല്ല കളറിൽ നല്ല പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. മീഡിയം ടു XXL സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ വീഡിയോയിലെടുത്തത് നമ്മൾ കല്യാണത്തിന് പോയി വരുമ്പോഴേക്ക് റിക്കോർഡിന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിനെ. അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ മുകളിലേക്ക് കയറിയത്. അങ്ങനെ ആ പരിപാടി വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിക്കൂട്ടൻ വണ്ടിയിൽ നിന്നേ ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ വീഡിയോയിലെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇത് എൻ്റെ പഴയ ഡ്രസ്സ്, മീൻസ് എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാനിട്ട ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ തുന്നെല്ലാം അയക്കുവാന്ന്. അങ്ങനെ റിസപ്ഷനും പോയിട്ട് വന്ന് കേട്ടോ. അപ്പോൾ റിക്കു ഇപ്പോൾ നിർത്തുന്നത് കടലയാണ്, അച്ഛൻ കടല കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം റിസപ്ഷനെല്ലാം പോയി നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളായിരുന്നു. ആൻറ്റിയും ധന്യൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല പെരുമഴയാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ കാര്യം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ റിക്കൂട്ടൻ കടലിൽ നിന്ന് റിക്കോർഡിനെയും കടത്തി ഉറക്കി നമ്മളും ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ ചെറിയ കുട്ടി വീഡിയോസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.